സത്യം, ഞാൻ ഖേദിച്ചിരിക്കുന്നു. ഇന്നൊരു രഹസ്യമാകട്ടെ. അടുത്ത കാലത്തെ സംഗതിയൊന്നുമല്ല കേട്ടോ. വിവാഹം നടന്ന് താങ്കളോടൊപ്പം കഴിഞ്ഞ ആദ്യ മാസങ്ങളിൽ അന്നെൻ്റെ മനസ്സു നിറയെ സ്നേഹവും ബഹുമാനവും അർപ്പണബോധവുമായിരുന്നു. പക്ഷേ ക്രമേണയാ വികാരങ്ങൾക്ക് എന്നിൽ കുറവ് വരുന്നുവോ എന്നൊരു സംശയം. പടച്ചവനെ, എന്താണിതിന് കാരണം? അതിന് തക്ക വല്ല പ്രവൃത്തിയും എന്നിൽ നിന്നുണ്ടായിട്ടുണ്ടോ? എൻ്റെ മനസ്സിൽ ഞാൻ ഈ ചോദ്യം എത്രയോ വട്ടം ആവർത്തിച്ചിട്ടുണ്ട്. നാഥ, എൻ്റെ നെഞ്ചിൽ കത്തി നിന്ന സ്നേഹവികാരങ്ങൾ എനിക്കിനി തിരിച്ചു നൽകണമേ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രിയനെ, താങ്കളിൽ ഏതുതരം പോരായ്മകൾ ഉണ്ടാകട്ടെ, എന്നിൽ താങ്കൾക്കൊരു സ്ഥാനമുണ്ട്, അവാച്യമായ സ്ഥാനം. ജീവിതം മുഴുവൻ ഈയുള്ളവൾ താങ്കളെ സ്നേഹിക്കുന്നു നിറയെ. ജീവിതത്തിൻ്റെ ഒട്ടുമുക്കാലും സൗഭാഗ്യത്തിൻ്റെ തേരിലായിരുന്നു ഞാൻ താങ്കളോടൊപ്പം. താങ്കളോടുള്ള ബാധ്യതാ നിർവഹണത്തിൽ എൻ്റെ ഭാഗത്തു നിന്നും ഏറെ വീഴ്ചകൾ വന്നിരിക്കാം എന്ന് തീർച്ചയായും ഞാൻ അംഗീകരിക്കുന്നു. അതൊക്കെയും ഞാൻ ബോധപൂർവം താങ്കളോട് ചെയ്ത അനുസരണക്കേടുകളായി ദയവ് ചെയ്ത് വിചാരിക്കരുത്. ഞാൻ എത്ര വട്ടം ഖേദിച്ചിരിക്കുന്നു, ഒറ്റയ്ക്കിരുന്ന് എത്ര വട്ടം കണ്ണീർ പൊഴിച്ചിരിക്കുന്നു. ചിലപ്പോഴെങ്കിലും മനസ്സിലേക്ക് കയറി വരുന്ന താങ്കളോടുള്ള വെറുപ്പ് ക്ഷമിക്കണം. ഒന്നും കരുതിക്കൂട്ടിയല്ല. ഞാനൊരു പാപസുരക്ഷയുള്ള സൃഷ്ടിയല്ലുമല്ലോ. അപാകതകൾ സംഭവിക്കാവുന്ന ഒരു പാവം പെണ്ണ്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എല്ലാ ആദം സന്തതിയും തെറ്റു ചെയ്യും. തെറ്റു ചെയ്യുന്നവരിൽ പശ്ചാത്തപിക്കുന്നവരാണ് ഉത്കൃഷ്ടർ. ശരിയാണ്. താങ്കളെ ഭ്രാന്ത് പിടിപ്പിച്ച, അലോസരപ്പെടുത്തിയ എത്രയോ പെരുമാറ്റങ്ങൾ എന്നിൽ നിന്നുണ്ടായിട്ടുണ്ടാകണം. പ്രിയനെ, അവയുടെ നേർക്കൊക്കെ ഗുണകാംക്ഷയോടെ കണ്ണടച്ചാലും എൻ്റെ വീഴ്ചകളെ നന്മകൾ കൊണ്ട് നന്നാക്കിയാലും വിശ്വാസികളുടെ സമീപനമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് റഅദിൽ 22-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, തിന്മയെ നന്മ കൊണ്ട് തടുക്കുകയും ചെയ്യുന്നവർ, അത്തരക്കാർക്ക് അനുകൂലമത്രേ ലോകത്തിൻ്റെ പര്യവസാനം.